ലോർഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-18 ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. സുവിശേഷ വേലയും വേലക്കാരും ഇന്ന് ഇക്കാലത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രശംസനീയമായി നമുക്ക് പറയാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യമാണ് യെരുശലേം മുതൽ ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. മത്തായി 28:19-20. ഏതാണ്ട് 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ പഠനവും പരിശീലനവും ലഭിച്ചവരായിരുന്നു ഈ ശിഷ്യന്മാർ. ഇക്കാലം അത്രയും വിശപ്പും ദാഹവും ക്ലേശവും ഉറക്കളിപ്പും എല്ലാം ഗുരുവിനോട് ഒരുമിച്ച് അനുഭവിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ശിഷ്യന്മാർ സുവിശേഷ വേലയ്ക്കായി പുറപ്പെടുമ്പോൾ അവർ അഭിമുഖീകരിക്കേണ്ട സകല പ്രശ്നങ്ങൾക്കും അവർ കർത്താവിനോട് കൂടെ ആയിരുന്നപ്പോൾ ലഭിച്ച പരിശീലനം അവർക്ക് ധൈര്യവും കൃപയും ശക്തിയും നൽകി. പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടെ അവർക്ക് ദൈവശക്തി ലഭിക്കാനിടയായി തീർന്നു. കർത്താവ് വിളിക്കുന്നു. കർത്താവ് വിളി കേട്ട് എല്ലാം അവർ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയവരാണ് ഈ ശിഷ്യന്മാരായ ഓരോരുത്തരും. വേലയ്ക്ക് കർത്താവ് വിളിക്കുമ്പോൾ അവർ കർമ്മനിരതരായി അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു എന്നും നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാം. അനേകരും ഇന്ന് നേടേണ്ടതെല്ലാം നേടി അവർ സുരക്ഷിതരായി എത്തുമ്പോൾ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരായി ചിലരൊക്കെ മാറാറുണ്ട്. ഇന്നത്തെ പൂർണ്ണസമയ സുവിശേഷ വേലക്കാർ 2 തരത്തിലുണ്ടെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ഒരു കൂട്ടർ കർത്താവിൻ്റെ വിളി കേട്ട് എല്ലാം വിട്ട് കർത്താവിൻ്റെ വയലിലേക്ക് ഇറങ്ങുന്നവരാണ്. എല്ലാ പ്രതിസന്ധികളിലും അവർ തളരാതെ നിൽക്കും. മറ്റൊരു കൂട്ടർ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിയവരും. ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചിലർക്ക് വേലയ്ക്കുള്ള വിളി ഉണ്ടാകും. മറ്റൊരു കൂട്ടരെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ വേലയ്ക്കിറങ്ങുന്നതും നമുക്ക് കാണാം. അനേകർ നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ലാഭമേ ഉള്ളൂ എന്നുള്ള ചിന്തയോടുകൂടെ വേലയ്ക്കിറങ്ങാൻ അവർ പ്രേരിതരായി മുൻപോട്ട് പോകുന്നതായി നമുക്ക് കാണാം. എന്താണെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ എന്താണ് നാം ചെയ്യുന്നതെന്നുള്ള ഉത്തമ ബോധ്യം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണം. പൂർണ്ണസമയ സുവിശേഷ വേലക്കാർ എപ്പോഴും കർത്താവിൻ്റെ വേലയ്ക്ക് ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവർ മറ്റു കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ കാണിച്ച് മുൻപോട്ട് പോകുന്നവരാകരുത് എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയരെ, നാം ചെയ്ത വേലയ്ക്ക് കണക്ക് നമ്മോട് കർത്താവ് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ധൈര്യത്തോടെ നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് കർത്താവിൻ വചനത്തിൽ പറയുന്നത് പോലെ, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നു. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.